മരി മരി ദാ ഇവിടെ. ഞാൻ അതിലേ വരാം. മരി, എത്ര നാളായി നിന്നെ കണ്ടിട്ട്? നീ എന്താ ക്ലാസ്സിൽ വരാത്തെ? +2 ക്ലാസ് നീ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലേ? നീ അവിടെ എന്തെടുക്കുമായിരുന്നു? ഒന്നും പറയണ്ടടി, അമ്മ ആടിനെ തീറ്റാൻ വിട്ടതാ. എന്നിട്ടിപ്പോ ആടെന്തിയേ? ആ, അതപ്പുറത്തെങ്ങാനും കാണും. നീ നിന്റെ കാര്യം പറ. എൻ്റെ കാര്യമെല്ലാം നിനക്കറിയാവല്ലോടി. ഞാനിനി വരുന്നില്ല. അതുകൂടി പറയാനാ ഞാൻ നിന്നെ അന്വേഷിച്ചത്. ക്ലാസ് പോയതൊന്നും നീ കാര്യാക്കണ്ട, ഞാൻ നിന്നെ സഹായിക്കാം. അതുകൊണ്ട് മാത്രം കാര്യമായില്ല ശാലു. അമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണം. ഇല്ലെങ്കിൽ എനിക്കെൻ്റെ അമ്മയും കൂടി നഷ്ടമാകും. എനിക്കറിയാം മരിയേ, പക്ഷേ നിന്റെ ചേട്ടനെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതൊരു ആശ്വാസമായേനെ. നിന്റെ ചേട്ടനിപ്പോ എവിടെയാ? ആർക്കറിയാം, 4 വർഷമായി. ഇനി പ്രതീക്ഷിക്കുന്നുമില്ല. അയ്യോ, എന്റെ ആട്. ഇത് വെച്ചോ. എന്താ ഇത്? പപ്പ എനിക്ക് ക്രിസ്മസിന് തന്നതാ. അടുത്ത ആഴ്ച ക്രിസ്മസ് അല്ലേ, നീ എന്തെങ്കിലും വാങ്ങിക്കോ. ഹാപ്പി ക്രിസ്മസ്. നല്ല ചുമയാണല്ലോ. അമ്മേ, ഞാൻ വന്നു കേട്ടോ. പഴയ പോലെ ചുമയൊന്നും അത്ര പോരാട്ടോ അമ്മേ. ഒന്ന് പോടി അവിടുന്ന്, കളിയാക്കാതെ. നോക്കണ്ട, പഞ്ചസാരയൊന്നും ഇല്ല. കഴിഞ്ഞ ആഴ്ച വികാരിയച്ചൻ തന്ന 500 രൂപ കൊണ്ടാ ഇത്രയും ദിവസം കഴിഞ്ഞത്. നാളെയല്ലേ അയാള് വരാന്ന് പറഞ്ഞേ? നീ എന്ത് തീരുമാനിച്ചു? അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതല്ലേ അമ്മേ, എനിക്ക് പരിചയമില്ലാത്തൊരാളുടെ കൂടെ, അതും ഇത്രയും ദൂരെ
എനിക്ക് വയ്യ അമ്മേ. മരിയേ, മോളെ, അവളില്ലേ ഇവിടെ? ഇതാണ് മുതലും എൻ്റെ ഈശോ. നീ രാവിലെ എവിടെ പോയതാ? പള്ളി പോയതാ. എന്നിട്ട് നീ അച്ഛനെ കണ്ടായിരുന്നോടി? അച്ഛൻ വല്ലതും പറഞ്ഞു? ഇത് അമ്മയുടെ ഗുളിക. ആരാ മോളെ പൈസ തന്നെ? ഇന്നലെ ഷാലുനെ കണ്ടായിരുന്നു, അവള് തന്നതാ. നീ അച്ഛനോട് പറഞ്ഞോ മോളെ? എന്നിട്ട് അച്ഛൻ എന്താ പറഞ്ഞേ? പോണോ വേണ്ടിയോന്ന് പറയാൻ ഞാൻ ആളല്ല. ദൈവം എല്ലാം കാണുന്നുണ്ട്. ദൈവത്തിനെല്ലാം അറിയാം. ഞാൻ പ്രാർത്ഥിക്കാം. നിന്റെ അച്ഛനോട് വഴക്കിട്ട് നിന്റെ ചേട്ടായി ഈ നാട് വിട്ടു പോയിട്ട് എനിക്കൊരു സങ്കടവും തോന്നിയില്ല. കാരണം നിന്റെ അച്ഛൻ നമ്മളെ പൊന്നു പോലെ നോക്കിയിരുന്നത്. പക്ഷെ അദ്ദേഹം ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. എന്റെ മോൻ തിരികെ വന്നിട്ട് അദ്ദേഹത്തെ ദൈവം വിളിച്ചിരുന്നെങ്കിൽ കരയാതെ അമ്മേ. ഇവിടെ ആരുമില്ലേ? ആ, എന്താ മോളെ ഇത്? മോൾ ഇതുവരെ ഒരുങ്ങിയില്ലേ? ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നല്ലേ നിങ്ങളുടെ ഒരു കാര്യം. അമ്മച്ചി എന്തിയേ? നീ ഇങ്ങോട്ട് മാറിക്കേ. അമ്മച്ചിയേ, അമ്മച്ചിയേ. അസുഖമൊക്കെ എങ്ങനെ അമ്മച്ചി? അങ്ങനെ തന്നെ, ഒരു കുറവുമില്ല. ആ, എങ്ങനെ കുറയാനാ? അസുഖം കുറയണമെങ്കിൽ മരുന്ന് വാങ്ങണം. മരുന്ന് വാങ്ങണേ കാശ് വേണം, അല്ലയോ മോളെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എത്ര നാളെന്ന് വെച്ചാൽ 1000 500 തന്ന് ഓരോരുത്തർ ഇങ്ങനെ സഹായിക്കുന്നേ? ഇപ്പോഴത്തെ കാലത്ത് ഒരു ചെറിയ പെണ്ണിനെ ആരും വീട്ടു ജോലിക്ക് നിർത്തില്ല. ഭയങ്കര പ്രശ്നമാ. നിങ്ങളുടെ ഭാഗ്യത്തിനാ അവരത് സമ്മതിച്ചത്. തന്നെയുമല്ല, നല്ലൊരു തുകയാണ് അവർ മാസ ശമ്പളമായി തരുന്നതും. ഒറ്റ മാസം കൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നവും തീരും. ഞാൻ പറയൂ, ഇത് ലോട്ടറിയാണെന്ന്. അല്ലെങ്കിൽ നിങ്ങൾ എന്നും വിളിക്കുന്ന ഈ ദൈവത്തിന്റെ പുണ്യം അത് തട്ടിത്തെറിപ്പിച്ചാലുണ്ടല്ലോ. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനൊരവസരം ഉണ്ടാവില്ല. മരിയ എൻ്റെ കൂടെ വരാൻ തയ്യാറാണെങ്കിൽ, ഇത് മോൾക്കുള്ള ഡ്രസ്സാണ്. ഇത് 10,000 രൂപ അമ്മയ്ക്ക് അഡ്വാൻസ്. അമ്മയുടെ ജീവിതം മോളുടെ കയ്യിലാണ്. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാനൊരു ഫോൺ വിളിച്ചിട്ട് വരാം. ഇത് പിടിച്ചു.
യെസ്, കേൾക്കാം. ഞാൻ പറഞ്ഞ് കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുക. കൊണ്ടുവരൂന്ന്. ശരി. പിന്നെ എനിക്കുള്ള പണം അവൾ വണ്ടിയിൽ കയറിയാലോടും കിട്ടണം. പിന്നെ അവൾ നിങ്ങൾക്കുള്ളതാ. ഇല്ല, ആ തള്ളേ മൂളും അല്ലാതെ വേറെ ആരും എന്നെ കണ്ടിട്ടില്ല. പോലീസ് കേസെങ്ങാനും ഉണ്ടായാൽ അപ്പൊ ഞാൻ പറഞ്ഞേക്കാം. എൻ്റെ അമ്മേ. അമ്മേ, എന്റെ മോള് ഇന്ന് എന്നത്തേലും സുന്ദരിയായിരിക്കുന്നല്ലോ. നിനക്ക് അമ്മയെ വിട്ടു പോകാനുള്ള വിഷമവും സങ്കടവും എല്ലാം എനിക്ക് മനസ്സിലാവും. പക്ഷേ നമുക്ക് വേറെ വഴിയില്ലല്ലോ മോളെ. നമ്മുടെ എല്ലാ പ്രതിസന്ധിയിലും എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള ശക്തി ലഭിച്ചത് പരിശുദ്ധ അമ്മയിൽ നിന്ന്. ഈ ജപമാല എൻ്റെ ശക്തി. ഇത് ഞാൻ എൻ്റെ മോക്ക് തരുക. പരിശുദ്ധ അമ്മ എൻ്റെ മോളെ കാത്തോളും. എൻ്റെ കാര്യം മോളെ ഓർക്കണ്ട. 1 മാസം നമ്മുടെ അച്ഛൻ്റെ വൃദ്ധസാധനത്തിൽ ഞാൻ താമസിച്ചോളാം. അപ്പോഴേക്കും മോള് വരുമല്ലോ. അമ്മച്ചിയേ, ആഹാ, മരിയ ഇപ്പൊ പഴയ ആളെ അല്ലല്ലോ. ഇപ്പോൾ നിങ്ങൾ എടുത്തിരിക്കുന്നത് ഏറ്റവും നല്ല തീരുമാനമാണ്. ഇനി നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ഇനി നമുക്ക് സമയം കളയണ്ട. ഞാൻ പുറത്ത് നിൽക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഇത്രയും ദയുള്ള മാതാവേ, ഇവൾക്ക് കൂട്ടായിരിക്കണേ. ഒന്ന് വേഗം നടന്നേ മോളെ. അവരിവിടെ വരാന്നാണല്ലോ പറഞ്ഞത്. കാണുന്നില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്കിവിടെ നിൽക്കണ്ട, മുമ്പോട്ട് നടക്കാം. അവര് പറയുന്നത് അനുസരിച്ചൊക്കെ നിന്നാ നിനക്ക് ഒരുപാട് പണമുണ്ടാക്കാം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ കൊന്ത പോലുള്ള സാധനങ്ങളൊന്നും നീ ചെല്ലുന്ന സ്ഥലത്തെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. വണ്ടി കയറുന്നതിനും പതങ്ങ് കളഞ്ഞേക്കണം. നീ ഈ നാട്ടിൻ പുറത്തുനിന്ന് ചെല്ലുന്ന പെണ്ണാവുമ്പോ പട്ടണത്തിലെ രീതികളൊന്നും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. കുറെ എല്ലാം കണ്ടില്ലെന്നങ്ങ് വെച്ചേക്കണം. എന്നാലേ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റൂ.
മരിയ, നീ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു. ഞാൻ എവിടെയല്ല നോക്കിയെന്നറിയാമോ? വേഗം പോവാ, അവരവിടെ വെയിറ്റ് ചെയ്യുന്നു. നീ കുട്ടിക്കളിയെല്ലാം വിട്ട് നല്ല കുട്ടിയാണ് കേട്ടോ. അവരെന്ത് പറഞ്ഞാലും അനുസരിക്കണം. ആ ദാ വണ്ടി വന്നല്ലോ. മോളെ ഇങ്ങോട്ട് വരൂ, ഇവിടെ കയറിക്കോളൂ. മരിയ, ചേട്ടായി, ചേട്ടായി, 4 വർഷത്തിന് ശേഷം ചേട്ടായി. മരിയ എന്നോട് ക്ഷമിക്കണം. 2 ദിവസമായി എൻ്റെ മനസ്സ് വളരെ അസ്വസ്ഥമാണ്. ഞാൻ ചെയ്തത് തെറ്റായി പോയി എന്ന് എന്നോട് ആരോ പറയുന്നത് പോലെ. ഇപ്പോഴെങ്കിലും ചേട്ടായിക്ക് വരാൻ തോന്നിയല്ലോ. അമ്മയ്ക്ക് നല്ല സുഖമില്ല. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ പറയുന്നു. അച്ഛൻ മരിച്ച പിന്നെ അമ്മയുടെ കാര്യം കഷ്ടത്തില്ല. 2 ലക്ഷം രൂപയാ അവര് ചോദിക്കുന്നത്. പണത്തിന്റെ കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട. അതിനുള്ള പണം എൻ്റെ കയ്യിലുണ്ട്. എന്റെ മാതാവേ. മരിയേ, നമുക്ക് പോകാൻ സമയമായി. ആരാ അത്? ആ അതോ, എനിക്ക് ഒരു ജോലി ശരിയാക്കി തന്ന ആളാ. 1 മാസം പണിയെടുത്ത അമ്മയുടെ ഓപ്പറേഷനുള്ള പണം ഇവര് തരാമെന്ന് പറഞ്ഞു. ഇയാളെ എനിക്കറിയാം. ഇയാളെന്താ ഇവിടെ? അയ്യോ, എന്റെ ബാഗ്. അത് പോട്ടെ മരിയ, ബാഗല്ലേ, അത് നമുക്ക് ഇനിയും മേടിക്കാം. ഇനി നീ പേടിക്കണ്ട, ഞാനുണ്ട് എല്ലാ കാര്യത്തിനും. ഇനി നിങ്ങളെ വിട്ട് ഞാൻ ഒരിക്കലും പോവില്ല. സത്യം? സത്യം.